കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ പിതാവാം ദൈവമേ, നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ക്രൂശ് മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണ് സാധനം. കർത്താവെ, ലോകസ്ഥാപനത്തിന് മുമ്പേ സഹോദരി അങ്ങ് മുൻകണ്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകമെല്ലാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ഉരുവിട്ടുകൊണ്ട് എന്നെ സ്ഥാനപ്പെടുത്തുമ്പോൾ ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടാകുന്നു കർത്താവായ യേശു ക്രിസ്തു. ആ വെളിപ്പാടിന്മേലാകുന്നു എന്റെ സഭയെ പണിയുന്നത്. കർത്താവെ, ഈ സഹോദരിക്ക് അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്ത മഹാകൃപയ്ക്കായി നന്ദി. ഇനി ആ സ്നാനം സ്വീകരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കരമല്ല, ഒരു അദൃശ്യകരം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരം തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. യേശു ആയിരിക്കട്ടെ സ്നാനപ്പെടുത്തുന്നത്. കർത്താവായ യേശുവെ, ക്രൂശ് മരണ അടക്ക പുനരുത്ഥാനം അതിന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ജയം ജയം ഹല്ലേലൂയ. വേദഭാഗം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം അത് വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടത്തക്കവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തയേശുവിനോടു കൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേലിനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ടു മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ക്രൂശ് മരണ അടക്ക പുനരുത്ഥാനമെന്ന നല്ല മനസാക്ഷി സഹോദരി സ്ഥാനം സ്വീകരിക്കുമ്പോൾ കർത്താവെ യേശുവെ, ഒരു അദൃശ്യകരം കർത്താവ് യേശു ക്രിസ്തുവിനെ സഹോദരി സ്ഥാനപ്പെടുത്തണമെന്ന് സ്വർഗത്തിന്റെ അവകാശിയായി ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവെ, സഹോദരിക്ക് ഭാഗ്യം ലഭിച്ച മഹാകൃപയ്ക്കായി നന്ദി. കർത്താവെ, അങ്ങനെ നാമമഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സഹോദരി, കർത്താവായ യേശു ക്രിസ്തു പെന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇനി അവൻ നമ്മെ മണവാട്ടിയായി വീണ്ടും ചേർത്തുകൊണ്ട് പോകുന്നു. വിശ്വസിക്കുന്നുവോ? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവോ? സ്വീകരിച്ചു. സഹോദരിയുടെ വായ്മൊഴിയാൽ ഞാൻ സഹോദരിയെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ക്രൂശ് മരണ അടക്ക പുനരുത്ഥാനം എന്ന ഏകീഭാവം നല്ല മനസാക്ഷി അതാകുന്നു സ്നാനം. പാപസംബന്ധമായി ഒരിക്കലായി എന്നേക്കുമായി മരിച്ചിരിക്കുന്നു. ഇനി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. ജീവിച്ചിരുന്ന കർത്താവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. കർത്താവായ യേശുവെ, മരണപര്യന്തം വിശ്വസനായിരിക്കാൻ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. വെള്ളം വീണ്ടും അവശേഷിച്ചിരിക്കുന്ന കർത്താവ് ഇനിയും